ഫസ്റ്റ് ഈ പാർക്കിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർഫാളൊക്കെയുള്ള ഏരിയ ആണ്. ഈ ലൊക്കേഷനിൽ നിന്ന് ഇതാണ് ഇവിടുത്തെ വ്യൂ. നമ്മുടെ താറാവൊക്കെ ഒരു എന്താ പറയുക ഒരു ഓട്ടപ്രദർശനത്തിലാണ്. ഇത് കണ്ടറിയാം, അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഡാമിൻ്റെ ആ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോർഫഗാൻ്റെ എല്ലാ ഏരിയയും നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ നല്ല കാറ്റുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അവധിയായിട്ടൊക്കെ എങ്ങനെ വീട്ടിലിരിക്കാനാ? അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പായിട്ട് പോവാണ്. മറ്റൊരു സ്ഥലമല്ല, ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോർഫഗാനാണ്. അപ്പോൾ കോർഫഗാനിലെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഒട്ടും സമയങ്ങളുണ്ടാ, നമുക്കങ്ങോട്ട് പോയാലോ? ഈ കാണുന്ന വണ്ടിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വണ്ടി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 10-12 ആൾക്കൊക്കെ സുഖമായിട്ട് പോവാം. പെർ ഹെഡ് 65 ദിർഹമാണ് ഒരു ചാർജ് ചെയ്യണത്. അതേപോലെ ദുബായിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉണ്ട്. പിന്നെ നമ്മൾ ഈ പോണ വഴി എന്ന് പറയുന്നത് 2 സൈഡും അടിപൊളിയായിട്ടുള്ള മരുഭൂമിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഒട്ടകത്തൊക്കെ കാണാം. അതേപോലെ കുറച്ച് കൃഷിയൊക്കെ ഇതിൻ്റെ അടുത്ത് കാണാം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ടൊക്കെ നല്ല കൃഷിയിടങ്ങളൊക്കെ കാണാം. അതേപോലെ ഇത് പോയി ഒരുവിധം എത്താറാവുന്ന സമയത്ത്, കോർഫഗാനൊക്കെ എത്താറാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് മലകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് പോണത്. ആ മലകളുടെ ഇടയിൽ കൂടെയുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു പ്രത്യേക രസമാണ് അത് കാണാനായിട്ട്. അത് നിങ്ങൾ വന്ന് ആസ്വദിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് കഴിഞ്ഞ് വളരെ സേഫായിട്ട് കോർഫഗാനെത്തി. ഇവിടുത്തെ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഷീസ് പാർക്കാണ്. അപ്പോൾ പാർക്കിൽ നമുക്കൊരു ½ ആൻ അവറാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാർക്കിനുള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. പാർക്കിൻ്റെ ഇവിടെ ഒരുപാട് പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വണ്ടിയുമായിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടൊക്കെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഷീസ് പാർക്കിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ എറൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെയാണ്. കണ്ട ഒരു സൈഡിൽ ചെറിയ ഒരു മോസ്ക് പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പാർക്കിങ് മുന്നേ പറഞ്ഞ പോലെ പാർക്കിങ്. അതേപോലെ വേണ്ട ഈ ഒരു ഏരിയൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വേണം പോകാനായിട്ട്. അതേപോലെ 5 ദിർഹമാണ് ഒരു പെർ ഹെഡ് ചാർജ് ചെയ്യണേ. അതിലേക്കുള്ള വരിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം. പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. ഫസ്റ്റ് ഈ പാർക്കിനുള്ളിലേക്ക് കയറി വരുമ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർഫാളൊക്കെയുള്ള ഏരിയയാണ്. അതുപോലെ ചെറിയൊരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ് പോലൊക്കെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട് കാണാനായിട്ട്. പിന്നെ ഒരുപാട് ആളുകൂടെ സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോവാം, അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ എന്താ പറയുക നല്ല സ്റ്റെപ്പല്ല ഇങ്ങനെ കല്ലൊക്കെ പാവിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒട്ടും സ്കിഡൊന്നും ആവില്ല. അതിൽ നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കടലാസ് റോസ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വരുമ്പോൾ ഒരു 1-2 സ്റ്റോണുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോണിൻ്റെ അവിടെയും ചെറിയ വെള്ളത്തിൻ്റെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ലൊക്കേഷനൊക്കെ നല്ലതാണ്. കണ്ടാ നല്ല വ്യൂ ഉണ്ട് കാണാനായിട്ടൊക്കെ. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള കുറച്ചൊരു നല്ല സിമ്പിളായിട്ട് നന്നായിട്ട് രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന പിള്ളേർക്കൊന്നും ഒട്ടും തന്നെ ബോറടില്ലാണ്ട് ഇതൊക്കെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. അതേപോലെ വീണ്ടും ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ വീണ്ടും നല്ലൊരു ലൊക്കേഷൻ ഉണ്ട്. ഇവിടെ നല്ല ഫോട്ടോസ് എടുക്കാനോ അതേപോലെ റിലാക്സ് ആയിട്ടൊക്കെ ഈവനിങ് ഒക്കെ വന്നിരിക്കാനായിട്ട് അടിപൊളിയാണ്. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് സ്റ്റെപ്പ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ട് പോകാനായിട്ട് എന്താ പറയുക നന്നായിട്ട് ഇതിന് മുകളിലേക്ക് കയറി കുറച്ച് പോവാം. എൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെ കുറച്ച് ലൊക്കേഷനൊക്കെ ഉണ്ട്. അതിന് മുകളിൽ കയറിയാലാണ് അവിടുത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ നല്ല ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയ നല്ല ഇതാണ്, നല്ല വ്യൂ ഉള്ള നല്ല വ്യൂ പോയിൻ്റാണ്. അവിടെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ ഫാമിലീസും ഇതൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടറിഞ്ഞറിയാം ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ വരുന്നത് വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്. ഒട്ടും തന്നെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടോ ഇവിടെ വന്ന് നിൽക്കാനൊന്നും പ്രശ്നമില്ല. പക്ഷേ ചൂടുള്ള സമയത്ത് എന്താ പറയുക അത്ര സജസ്റ്റബിൾ അല്ല ഈ ഒരു ലൊക്കേഷൻ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കൈവരികൾ ഇങ്ങനെ വുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല സ്ട്രോങ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇതൊന്നുമില്ല. പിന്നെ ഇത് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ഗുഹ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ എന്തോ സെറ്റപ്പൊക്കെ ഉണ്ടാണെന്ന് പറയണേ. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കാൻ തോന്നുന്നു. അതേപോലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ആളുകൾക്ക് വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ വന്ന് റിലാക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കയറി വന്നത്. അതേപോലെ ഇവിടെ നിന്ന് വീണ്ടും ഇതിന് മുകളിലേക്ക് കയറാനായിട്ട് വീണ്ടും സ്റ്റെപ്പ് ഉണ്ട്. അല്ല ഇങ്ങനെ വേണമെങ്കിൽ റൈറ്റ് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് കയറാം. അതേ പറയുക സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് റൈറ്റ് സൈഡിൽ കൂടെ പോകാം. പിന്നെ വീണ്ടും ഇതിൽ കൂടെ സ്റ്റെപ്പ് കയറി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് ഈ ഒരു വഴി കൂടെ വരാം. ഏകദേശം മുകളിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഈ ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്.
കുറച്ച് റാന്തൽ വിളക്കൊക്കെ വെച്ച് അവിടെയും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. ഇപ്പം ഏകദേശം നമ്മൾ ഇത്ര ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് കയറി നോക്കാം. നല്ല ചെങ്കുത്തായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളും എന്താ പറയുക, ഒരു ഹില്ല് പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഈ സ്റ്റെപ്പൊക്കെ കണ്ടോ നല്ല രസമുണ്ട്, നല്ല രസമായിട്ട് ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രഷറിൻ്റെ അസുഖമുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഏരിയക്ക് കയറുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലൊക്കെ പ്രഷറൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഉള്ള ആളുകൾ കൂടെ ആരെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടാം. ഇതിന് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു സെറ്റപ്പാണുള്ളത്. ഇതാണ് ടോപ്പ്, ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ വഴി കയറിങ്ങി ഇങ്ങനെ ഇവിടെ വണ്ടി പാർക്കൊക്കെ ചെയ്ത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് എൻട്രൻസ് വ്യൂ എടുത്ത് ഉള്ളിലേക്ക് കയറി. ഇതാണ് ഇതിൻ്റെ ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലൊക്കേഷനിൽ നിന്നാൽ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത്രയുള്ള ഷീസ് പാർക്കിലെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് വണ്ടി കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അതുപോലെ ഉച്ച കഴിഞ്ഞൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി വൈബൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രാവൽസ് ആയതുകൊണ്ട് നമുക്ക് അരമണിക്കൂറാണ് മാക്സിമം ഇവിടെ തന്നിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടൈമൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയേ പറ്റൂ. അതേപോലെ നിങ്ങളിവിടെ ഇറങ്ങിപ്പോണ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സ്ലിപ്പറിയാണ്. സ്ലിപ്പറി എന്ന് വെച്ചാൽ അത്ര സ്ലിപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾ നോക്കി കണ്ട് പോവുക. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഷൂ ഇടുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. അതുപോലെ നിങ്ങൾ നടക്കുന്ന സമയത്ത് സൈഡിലുള്ള ഈ കൈവിരിക്ക് പിടിച്ചിറങ്ങണമെങ്കിൽ കുറച്ചും കൂടി സേഫായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ബാർബിക്യൂ കടിക്കാം. അതിന് പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഷീ പാർക്കിൻ്റെ ഒക്കെ. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അങ്ങനെ അവിടെ നിന്ന് ഒരു 10-15 ഒരു 20 കിലോമീറ്റർ ഇല്ല, ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയൊക്കെ പോകുന്ന കഴിയുമ്പോൾ നമ്മൾ ഏകദേശം അൽ റഫീസ ഡാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഒരു വ്യൂ ആണ്. ഇവിടെ അത്യാവശ്യം ഇതേപോലെ മുന്നേ മറ്റേ പാർക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ട ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 45 മിനിറ്റ്സാണ് ടൈം തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പോയി കൗണ്ടറിൽ ബോട്ടിങ്ങിനോட കാര്യങ്ങളൊക്കെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ടിങ്ങിനൊക്കെ കയറാനായിട്ട്. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിന് എന്തെങ്കിലും കയറാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഡാമിൻ്റെ അവിടേക്ക് പോണ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു കോട്ടയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലില്ലാണ്ട് നോക്കാം. അല്ലെങ്കിൽ പിന്നെ വല്ല ഹാറ്റ് കാര്യങ്ങളൊക്കെ എടുത്താൽ വളരെ ബെറ്റർ ആയിരിക്കും. ഈ ഡാമിൻ്റെ ഇവിടെയും നേരെ മുകളിലേക്ക് കയറി താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഇവിടെയും ഒരു പ്ലേ ഏരിയ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് എനിക്ക് തോന്നുന്നത് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്കും പോവാം. ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ ചെറിയതായിട്ടുള്ള ഒരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ നടക്കാനൊക്കെ ആയിട്ട് നല്ല വൈബാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ ഇത് എൻജോയ് ചെയ്യാം. പിന്നെ ഒട്ടും സ്ലിപ്പറി ഒന്നല്ല റോഡ് എന്ന് പറയുന്നത്. കല്ലൊക്കെ പാവി അത്യാവശ്യം നല്ല ഗ്രിപ്പിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡാമിൽ നമുക്ക് 1-2 താറാവിനൊക്കെ കാണാം. ഇവിടെ വളർത്താനതാണെന്ന് അറിയില്ല. ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ വന്ന് നല്ല ബോട്ടിങ് നടത്തുന്നുണ്ടാവുക. പറഞ്ഞ പോലെ വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ വെള്ളത്തിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ ഇതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക സിറ്റിംഗ് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് എന്താ പറയുക ടേബിള് ബെഞ്ച് സകല സെറ്റപ്പ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം. അതേപോലെ ഈ വെള്ളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നല്ലൊരു വൈബൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തൊരു ലക്കിന് നമുക്ക് അടിപൊളി ഒരു മീനൊക്കെ കാണുന്നുണ്ട്. നല്ല വലിപ്പമുള്ള മീനാട്ടാ. അപ്പോൾ ഡാമിൽ മീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു മുഷി പോലെ ഇരിക്കുന്നത്. ഇവിടെയും വേറെ മീനുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മീനുണ്ട്. അതെ ഇവിടെ ഈ ഏരിയയിലേക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആളുകൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് മീനുകളൊക്കെ കൂടുതൽ വരണമെന്ന് തോന്നുന്നു. നമ്മുടെ താറാവൊക്കെ ഒരു എന്താ പറയുക ഒരു ഓട്ടപ്രദർശനത്തിലാണ്. വേണ്ട അടിപൊളിയായിട്ട് ഈ ഒരു ഏരിയയൊക്കെ പിടിച്ച് താറാവ് നല്ല സെറ്റായിട്ട് പോകുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ലെഫ്റ്റ് ഏരിയയിലെ വിങ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഫാമിലീസിനൊക്കെ വന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. ഇവിടെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേപോലെ ഈ പിള്ളേർ കളിക്കുന്ന ഈ ഒരു ഏരിയയുടെ അടുത്ത് തന്നെയായിട്ട് താഴത്തേക്ക് ഇറങ്ങണ ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഇരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട നല്ലൊരു വ്യൂ ഉണ്ട്. നല്ല അടിപൊളി. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ വന്നിരിക്കാനായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതുപോലെ നല്ലൊരു വൈബും കിട്ടും. നമുക്കിനി ഈ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. വരുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു രീതിയിലാണ് ഒരു സെറ്റുകൾ. ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട്
സൈഡിൽ മറ്റേ കൈവരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സെറ്റപ്പ്, ഒരു കനാല് പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഇരിക്കാനുള്ളൊരു ഏരിയ ഒരു ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എത്ര ആൾ വന്നാലും എന്താ പറയുക, ഒരു ഇരിപ്പിടത്തിന് ചെറിയൊരു പ്രശ്നങ്ങൾ, ചെറിയതെന്നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വെള്ളമൊക്കെ ഇവിടെ നിന്ന് വരുമ്പോൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീ വാട്ടർ ആയിട്ടുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബോട്ടിലുണ്ടായാൽ മതി, അപ്പോൾ അതിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ നിറയ്ക്കാം. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബോട്ടിൻ്റെ എൻട്രൻസിലേക്കൊക്കെ പോകാം. അതുപോലെ ബോട്ടിൻ്റെ ചാർജുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള എന്താ പറയുക ഉള്ള ആളുകൾക്ക് കുഴപ്പമില്ല. കാരണം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മിനിമം 1 ഹവറെങ്കിലും ബോട്ട് എടുത്താലാണ് നമുക്കതൊക്കെ മുതലാവുള്ളൂ. അല്ലാതെ അരമണിക്കൂറിനോ 3/4 മണിക്കൂറിനോ വരുന്ന ആളുകൾക്കൊക്കെ ഈ ബോട്ടിങ് എടുക്കുന്നത് അത്ര പ്രോഫിറ്റബിൾ അല്ല. എന്നാലും കുറച്ച് വൈബിനായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിങ് എക്സ്പ്ലോർ ചെയ്യാം. അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഉച്ച സമയമായിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മുടെ ഡാമുള്ളത്. അപ്പോൾ ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു വ്യൂ ആണ്. നമുക്കിനി ആ ഏരിയയിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഇവിടുത്തെ ബോട്ടുകളുണ്ടല്ലോ, കുറേ ബോട്ടുകളൊക്കെ സോളാറിൽ ഓടുന്ന ബോട്ടുകളാണ്. അത് കണ്ടറിയാം. അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ബോട്ടുകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാലിന് ചവിട്ടി വേദനയാവുന്ന വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ രീതിയിലുള്ള സോളാർ ബോട്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതും അതിൻ്റെ മുകളിൽ റൂഫായിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം ചെറിയ തണലൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മളിവിടെ നടന്ന് വീണ്ടും നമ്മൾ ഈ ഡാമിൻ്റെ പരിസരത്തേക്ക് വരുമ്പോൾ ഏകദേശം ഈ ഒരു വ്യൂവിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഡാമിൻ്റെ ഒരു പേരൊക്കെ എഴുതിയ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ട് കയറി നോക്കാം, കാരണം അങ്ങോട്ട് ചെറിയൊരു നടപ്പാതൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഈ ഡാമിനോട് വന്നിട്ട് നല്ല എന്താ പറയുക മറക്കാനാവാത്ത ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് പോസ് ചെയ്യാൻ പാകത്തിന് അടിപൊളി രീതിയിലൊക്കെ ഈ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഡാമിൻ്റെ ആ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം അത്ര വലുപ്പമുള്ള ഡാമൊന്നുമില്ല, ഒരു ചെറിയൊരു ഡാമാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള വഴികളൊക്കെ കാണാം, വണ്ടികളൊക്കെ പോകണ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വരുമ്പോൾ ഒരു കോട്ട എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഡാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 24 മീറ്ററാണ്. 24 മീറ്റർ. ഇപ്പം ഏകദേശം ഒരു 19 മീറ്ററൊക്കെയാണ് വെള്ളമുള്ളൂ. ഇനി ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ എന്ന് പറയണത് ഇതാണ് ആ വ്യൂ എന്ന് പറയണത്. നോർമൽ ആസ് യൂഷ്വൽ ഒരു കല്ലും ഇതൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ തന്നെയാണ്. അതിൻ്റെ സൈഡിലും ഇതേപോലെ നടക്കാനായിട്ടുള്ള ഓരോ വ്യൂ പോയിന്റിലൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, നടപ്പാത, ചെറിയൊരു നടപ്പാതൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് അങ്ങോട്ട് നേരെ നടക്കാം നമുക്ക്. പിന്നെ മുകളിലേക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ചാടണ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, കാറ്റിൻ്റേതായ നല്ല അടിപൊളി കാറ്റുണ്ട്. കേട്ടോ, ആണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ അത്യാവശ്യം ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നല്ല ഗ്യാപ്പ്, നല്ല ഹൈറ്റിലൊക്കെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്. എന്നാലും ശ്രദ്ധിക്കുക, പിള്ളേരൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനായിട്ട് എന്തായാലും പറയാൻ പറ്റില്ല, റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയുള്ളൂ ഈ ഡാമിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഡാമും അതുമായി ബന്ധപ്പെട്ട ബോട്ടിങ്ങും ഈ വക കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഹെറിറ്റേജ് വില്ലേജൊക്കെ അടിയിലേക്ക് കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. ഇതാണ് ഇതിൻ്റെ ചുറ്റുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പോയിന്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ വില്ലേജിൻ്റെ ഏരിയ ഒക്കെ കുറച്ച് ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ മുകളിലേക്കാണ് ഒരുപാട് വില്ലേജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താ പറയുക പാരമ്പര്യമായിട്ട് ഒരു പണ്ട് ജീവിച്ചു പോകുന്ന ആ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന രീതിയിലുള്ള വില്ലല്ല ആ ഒരു വീട് പോലെ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെയാണ്. മണ്ണുകൊണ്ടും ഇതുകൊണ്ടൊക്കെ പണിത നല്ല സെറ്റപ്പായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന് മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. പിന്നെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് എന്താ പറയുക നല്ലൊരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. കണ്ടോ, എന്തോ കൃഷി നടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. വാഴയൊക്കെ കാണുന്നുണ്ട്. വേറെ എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടോയെന്നറിയില്ല. ഇത് മറ്റേ കവർ ചെയ്തിട്ടുള്ള എന്തോ ഒരു കൃഷി രീതിയാണ് ഇവിടെ ചെയ്യണത്. പിന്നെ ഇവിടെ നിന്ന് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഇതൊക്കെ അടിപൊളി നല്ല വൈബുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് പറ്റും. ഉള്ള ഈ ലൊക്കേഷനുള്ളത് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ലൊക്കേഷൻ എന്ന് പറയുന്നത് കോർഫഗാൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോർഫഗാൻ്റെ എല്ലാ ഏരിയയും നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള നല്ല ഹില്ലായിട്ടുള്ള ഏറ്റവും ടോപ്പ് ഹില്ലായിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സ്പോട്ടൊക്കെ ഒന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം.
ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പോർട്ടൊക്കെ കാണാം. കണ്ടാ, പോർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. എപ്പോഴും കടലും എന്താ പറയുക, കടലിൽ ഒരുപാട് ഷിപ്പും കാര്യങ്ങളും ബോട്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് താഴെയാണെന്ന് തോന്നുന്നത് കോർണിഷൊക്കെ വരുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നത്. ഇവിടെ നമ്മൾ ആ ഡാമിൻ്റെയും അതേപോലെ പാർക്കിൻ്റെ അടുത്ത് കണ്ട പോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഇതിലെ നമുക്ക് നടക്കാൻ താഴത്തേക്ക്. അപ്പോൾ നമുക്ക് ഈ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു എന്താ പറയുക സ്പോട്ട് തന്നെയാണ്. അതായത് ഏറ്റവും ടോപ്പ് ഹില്ലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെ അല്ല, അത്ര നല്ല ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാന്ന് പറയുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഈ പുല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല കാറ്റടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ വലിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ നിന്ന് കയറി ഫുഡ് കഴിക്കാം. ഇങ്ങനെ ഈ സ്പോട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വാഷ്റൂമിലൊക്കെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഡൗൺ സ്റ്റേഴ്സിൽ ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷ്റൂമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഇവിടുത്തെ വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അടിപൊളിയാണ്. നല്ല എന്താ പറയുക, നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട്. ഇത് ആക്ച്വലി ഈ ഹോട്ടലിൻ്റെ ആണ്, പക്ഷെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വ്യൂ പോയിൻറ്റിൻ്റെ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ സിറ്റിയും ആളുകൾ താമസിക്കുന്ന ഏരിയയും കുറേ ഇതുകളൊക്കെയാണ്. കേട്ടോ, ഈ ഏരിയയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് കിട്ടും. കുറേ ആളുകളൊക്കെ ഫോട്ടോസൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഈ ലൊക്കേഷനിൽ കാണാനായിട്ടൊക്കെ. നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അടുത്ത ലൊക്കേഷനിൽ പോകുന്നതിന് മുന്നായിട്ടൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് കയറേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കയറി ഫുഡ് അടിക്കാം. അപ്പോൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് സാർക്ക് ഐലൻഡാണ്. അപ്പോൾ ആ ഐലൻഡിലേക്ക് നമുക്ക് ഒരു ബോട്ടൊക്കെ എടുത്ത് പോകണം. പെർ ഹെഡ് 30 ദിർഹം എന്നൊക്കെ പറയണേ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഈ ഏരിയയിലൊക്കെ പാർക്കിങ്ങൊക്കെ ഭയങ്കര കുറച്ച് ടഫാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന സ്പോട്ടിലൊക്കെ വേഗം പാർക്ക് ചെയ്യുക. ഇവിടെ വരുമ്പോൾ പാർക്കിങ്ങിന് കുറച്ച് കൺജസ്റ്റഡാണ്. ഈ കാണാവുന്ന ബോട്ടുകളൊക്കെയാണ് നമ്മളെ ആ ഒരു സാർക്ക് ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ടുകൾ. അപ്പോൾ നമ്മുടെ ഡ്രൈവർക്ക് എനിക്ക് തോന്നുന്നത് അതൊരു ബോട്ടുകാരനായിട്ട് സെറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് പോകണേ. അപ്പോൾ നോക്കി നോക്കാം എന്താണ് പരിപാടി എന്നൊക്കെ. ഈ ബീച്ചിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ജെറ്റ് സ്കി ഒക്കെ ഉണ്ട്. ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അവിടെ നിന്ന് എടുക്കാം. ഒരുപാട് ജെറ്റ് സ്കി ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഈ ബീച്ചിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് എന്താ പറയുക, അടിപൊളി ഒരു വൈബാട്ടോ. കാരണം നമ്മൾ എത്ര വന്ന് തിരയണി കളിച്ചാലും നമുക്ക് സമയം പോകണമെന്നൊന്നും അറിയില്ല. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു കുറച്ച് എക്സൈറ്റഡ് ആണ്. പോയി കയറി നോക്കാം. അത്യാവശ്യം നല്ല തിരയുണ്ട്, കയറി നോക്കാം. ഉള്ളിൽ കയറാൻ പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. എന്താ ഇത് ഭയങ്കര ജർക്കിംഗ് ആണ്. അപ്പോൾ ഭയങ്കര കുറച്ച് എക്സൈറ്റഡ് ആണ് ഈ ട്രിപ്പ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഒരു ജസ്റ്റ് ആ ബോട്ട് ഒന്ന് അങ്ങോട്ട് നീക്കാനായിട്ട് ആ റോപ്പ് പിടിച്ചത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടാൽ മാത്രമാണ് അവർ അതിലേക്ക് കയറ്റുള്ളൂ. സേഫ്റ്റി മെഷേഴ്സൊക്കെ അവർ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റോപ്പ് പിടിച്ച് വലിക്കുമ്പോൾ അവിടെ നീങ്ങുമല്ലോ, പിന്നെ അവിടെ നിന്ന് വീടിയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ബോട്ടിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ഈ ട്രിപ്പിന് പോവുകയാണ്. നമ്മൾ മാത്രമല്ല അതെ വൈഫും റിമലും ഒക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഓണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പിത്താൻ വണ്ടിയൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള ട്രിപ്പ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് പാരാഗ്ലൈഡിങ്ങിൻ്റെ പോലത്തെ ആ ബോട്ടിൽ നിന്ന് വലിക്കുന്ന ആ ഒരു പാരച്യൂട്ട് ടൈപ്പ് ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ആളുകൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. എന്താ അത്യാവശ്യം നല്ല വേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അടിപൊളി ട്രിപ്പാണ്. എന്താ അപ്പോൾ നമ്മളിത് ഏകദേശം ഇത്രയും പോന്നു കഴിഞ്ഞു. ബീച്ചിൽ നിന്ന് നമ്മൾ പോരുന്ന ഈ റൂട്ടാണത്. അടിപൊളി. ഇനിയിപ്പോൾ സൗണ്ടൊക്കെ വലിയ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണതൊക്കെ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ പാട്ടും കൂടി വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ ഒന്നും കേൾക്കില്ല. അപ്പോൾ നിങ്ങൾ വ്യൂ മാത്രം എൻജോയ് ചെയ്യാം. നമ്മൾ ഈ ഏരിയയിൽ പോകുമ്പോഴാണ് പോർട്ടൊക്കെ കാണാം. സൗണ്ട് നിങ്ങൾക്ക് ഒന്നും കേൾക്കാമെന്നറിയാം. ഇതാണ് നമ്മുടെ ഐലൻഡ് എന്ന് പറയുന്നത്. कर दे मैसेज आ जारी करके बहाना पार्टी हो रही बूथ में अंकर पार्टी के गजब नजारे करता बस एक बात की गाँव में कहता हूँ तुम्हारे. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേണ്ട ജസ്റ്റ് നോക്കി ഇങ്ങോട്ട് ഇറങ്ങണം. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഐലൻഡ്.
അപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കിയിട്ടില്ല. ഒരുപാട് ആളുകൾ ഇവിടെ ബാർബിക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഷട്ടിൽ വരെ കളിക്കുന്നുണ്ട് ആളുകൾ. ജസ്റ്റ് റൗണ്ട് വെറുതെ കറങ്ങി പോണേന് 20 രൂപ അവർ പറയണേ. ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ എക്സ്ട്രാ 30 രൂപ തന്നെ എന്തായാലും കൊടുക്കണം പെർ ഹെഡ്, അല്ലെങ്കിൽ 20 രൂപ കൊടുത്താൽ മതി. ഈ ബോട്ടും കാര്യങ്ങളൊക്കെ കുറേ ബിസിനസ് ആക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ബിസിനസ് മീൻസ് നമ്മുടെ ഡ്രൈവർമാരൊക്കെ അവരുടെ അടുത്ത് കമ്മീഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരണ സമയത്ത് ഇങ്ങനെ ട്രാവൽ ഏജൻസി ത്രൂ വരണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ പേശി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വില കുറവിന് കിട്ടും കേട്ടോ. അപ്പം ഞാൻ കണ്ട കാര്യം അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അതേപോലെ കടലിൻ്റെ ഉള്ളിലേക്ക് പോണ ആളുകളെ എന്താ പറയുക, ഒരു പരിധി വിട്ടൊക്കെ പോണ ആളുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ലൈഫ് ജാക്കറ്റൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷനും നമുക്കുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം എമർജൻസിക്ക് വന്നാലും അവർ നോക്കിക്കോളും. പിള്ളേരുകൾക്കൊക്കെ എന്താ പറയുക, ഈ ബീച്ചിൻ്റെ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഈ ഒരു ഈവനിങ് ടൈം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നണേ. ഇത്രയേ ഉള്ളൂ ഈ സാർക്ക് ഐലൻഡിലേക്ക് പോകണ ഈ ഒരു ചെറിയൊരു ബോട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് പറഞ്ഞ പോലെ മറ്റേ ജെറ്റ് സ്കി ഉണ്ട്. പിന്നെ മോളിൽ കൂടെ മറ്റേ പാരച്യൂട്ട് ടൈപ്പ് മോളിലേക്ക് പോകണ ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതിന് 100 ദിർഹംസൊക്കെ ഒരു ചാർജ് ചെയ്യുന്നത്. ജെറ്റ് സ്കിയുടെ ചാർജ് എനിക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ എന്താ പറയുക, ഒരു ഈവനിങ് ടൈമൊക്കെ വന്നിരിക്കാനായിട്ട് നല്ലൊരു ഏരിയ ആണ്. ഇത്രേ ഉള്ളൂ ഈ ഒരു സ്പോട്ടിൽ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർഫാളാണ്. വാട്ടർഫാളും അതുപോലെ റൈറ്റ് സൈഡിൽ ആംഫി തിയേറ്ററും. ഇവിടെ കടക്കാനായിട്ട് ഇവിടെ ഒരു ലെവൽ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ലെവൽ ക്രോസിംഗ് അല്ല, ഒരു സീബർ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ മുകളിലൊരു ബിൽഡിങ്ങും കൂടി ഉണ്ട്. അതിനെയും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് വെള്ളമൊക്കെ ഇങ്ങനെ വരണത്. സൗണ്ട് നല്ല അടിപൊളി, എന്താ പറയുക, നല്ല വോയിസാണ് കേട്ടോ. നല്ല വോയിസിൽ എന്താ പറയുക, നല്ല സൗണ്ട് ഉണ്ട്. അതുപോലെ ഈ ഏരിയയിലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, വല്ല പനിയൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നോക്കി കണ്ട് വേണം നിൽക്കാനായിട്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ നല്ല സ്പ്രെഡിങ് ഉണ്ട്. അതുപോലെ നല്ല കാറ്റും ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ആംഫി തിയേറ്ററാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോയി നോക്കാം. ഈ വാട്ടർഫാളിൻ്റെ ജസ്റ്റ് റൈറ്റ് സൈഡാണ് ആംഫി തിയേറ്റർ വരുന്നത്. നൈറ്റ് എന്താ പറയുക, കുറച്ചും കൂടി നൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ കിട്ടും. ചെറുതായിട്ടാണ് ഇരുട്ടായി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ഒന്നും നമുക്ക് വരുന്നില്ല. ആക്ച്വലി ഈ ആംഫി തിയേറ്റർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പണ്ടത്തെ കൊളോസിയൊക്കെ ഉണ്ടല്ലോ, ആ മോഡലിലാണ് ഇവർ അത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തോന്നണേ. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് എന്താ പറയുക, ഒരു ഗ്രൗണ്ട് പോലെ തന്നെ ഒരു ഏരിയ ഉണ്ട്. വണ്ടിയൊന്നും കയറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയ ആണ്. കണ്ട, ഇതിൻ്റെ സെൻറ്ററിലേക്ക് വന്നപ്പോഴാണ് ആ ലൈറ്റിൻ്റെ ഒക്കെ കൂടുതൽ ഇത് കാണുന്നത്. ഓരോരോ സ്റ്റെപ്പുകളും ഓരോ എന്താ പറയുക LED കാര്യങ്ങളൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് തോന്നുന്നത് നല്ല ലുക്കുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും നല്ല ഒരു രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രിങ് ഒന്നും ആരെയും അലോ ചെയ്യുന്നില്ല. ആംബി തിയേറ്റർ പോലെ തന്നെ ഈ നൈറ്റ് വ്യൂ ഉണ്ടല്ലോ, നൈറ്റ് ഇവർ ലൈറ്റൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നൈറ്റ് വാട്ടർഫാളിൻ്റെ വ്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വീണ്ടും ബീച്ച് സൈഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയാലും നിങ്ങൾക്ക് നല്ല വൈബൊക്കെ കിട്ടും. അവിടെ ഇരിക്കാനും ഒക്കെ നല്ല അത്യാവശ്യം നല്ല ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താ പറയുക, ഈവനിങ് ടൈമൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സുഖമാണ്. ട്രാവൽ ഏജൻസി പോലെ ത്രൂ വരണമെങ്കിൽ അധിക സമയം നമുക്ക് തരില്ല ഇവിടെ ചിലവഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വൈബ് മീൻസ് ഈ ഒരു പ്ലേസ്, ആംബി തിയേറ്ററും അതുപോലെ വാട്ടർഫാൾ എന്ന് പറയുന്നത്. നമുക്കിനി ലൊക്കേഷൻ ഉണ്ടോ എന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയ വ്ളോഗ് എന്ന് പറയുന്നത്. ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അതേപോലെ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ബൈ.